പ്രൈസ് ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിനായി സംഖ്യാപുസ്തകം 6-ാം അധ്യായം 26-ാം വാക്യം വായിക്കാം. യഹോവേ, തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ദൈവമക്കളെ, മോശ അഹ്റോനോട് പറയുകയാണ്, ഹല്ലേലൂയ, യഹോവ മോശയോട് പറയുകയാണ്, നീ അഹ്റോനോട് അരുളി ചെയ്യണം. എന്താണ് അരുളി ചെയ്യേണ്ടത്? അഹ്റോനെയും പുത്രന്മാരോടും പറയണം, നിങ്ങൾ ഇസ്രായേൽ മക്കളെ ഇങ്ങനെ അനുഗ്രഹിക്കണമെന്ന് നിങ്ങൾ പറയണമെന്ന് മോശയോട് യഹോവയായ ദൈവം പറയുകയാണ്. അതുകൊണ്ട് അതിനുശേഷം അഹ്റോന് ഇസ്രായേൽ മക്കളെ അവരുടെ മേൽ തൻ്റെ കൈ ഉയർത്തി അവരെ അനുഗ്രഹിക്കുകയാണ്. ആ അനുഗ്രഹിക്കുന്ന വാക്യമാണ് നമ്മളിവിടെ വായിച്ചത്. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇസ്രായേൽ മക്കള്, ഹല്ലേലൂയ, എബ്രഹാമിന്റെ സന്തതി പരമ്പരകള്, യാക്കോബിന്റെ സന്തതി പരമ്പരകള് മിസ്രയീം ദേശത്തു നിന്ന് മോശയുടെ നേതൃത്വത്തില് ചെങ്കടലിനെ ഭാഗിച്ച് മന്നായും കാടപ്പക്ഷിയും കൊടുത്ത് മരുഭൂമിയിലേക്ക് നടത്തിയ ആ ഇസ്രായേൽ മക്കളെ ദൈവം അനുഗ്രഹിക്കുവാനായിട്ട്, ഹല്ലേലൂയ, ദൈവം പ്ലാനിടുകയാണ്. ആ ദൈവം ഇസ്രായേൽ മക്കളെ, തൻ്റെ മക്കളെ, എബ്രഹാമിനെ ഓർത്ത ദൈവം, ഇസാക്കിനെ ഓർത്ത ദൈവം, യാക്കോബിനെ ഓർത്ത ദൈവം ആ സന്തതി പരമ്പരകളെ ഓടിച്ചിട്ട് അനുഗ്രഹിക്കുന്നതാണ് നാം ഇവിടെ കാണുന്നത്. ദൈവം തമ്പുരാൻ, ഹല്ലേലൂയ, താൻ മോശയോട് പറയുകയാണ്, പുരോഹിതനായ അഹ്റോനെ വിളിക്കണം. അഹ്റോനോടും മക്കളോടും എന്തു ചെയ്യണം? അവരോട് പറയണം, നിങ്ങൾ കൈ ഉയർത്തി, ഹല്ലേലൂയ, അവരെ നിങ്ങൾ അനുഗ്രഹിക്കണം. നീ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കാമെന്ന് ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ളതാണ്. ദൈവത്തിൻ്റെ പുത്രനായ, ദൈവത്തിൻ്റെ അഭിഷിക്തനായ അഹ്റോന് കൈ ഉയർത്തി ഇസ്രായേൽ മക്കളുടെ മേൽ അനുഗ്രഹിച്ചു പറയുകയാണ്, യഹോവ നിന്നെ അനുഗ്രഹിച്ചു കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയായി ഉള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. അങ്ങനെ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കുന്ന ആ അനുഗ്രഹത്തിൻ്റെ വാക്കുകളാണ് നാം അവിടെ കണ്ടത്. ദൈവമക്കളെ, ദൈവത്തിന് നമ്മളിൽ പ്രസാദം തോന്നിയാൽ, ദൈവം യഹോവ തൻ്റെ മുഖപ്രകാശം നമ്മുടെ മേൽ ഉദിപ്പിച്ചാൽ ദൈവമേ, നമുക്ക് സമാധാനം വരും. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ടാണ് സങ്കീർത്തനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ വീണ്ടും പറയുകയാണ്, യഹോവ നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ഹല്ലേലൂയ. ആട്ടിടയനായിരുന്ന ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായി തീർന്ന ദാവീദിന്റെ ഒരു യോഗ്യത എന്താണ്? ദാവീദ് വനാന്തരത്തിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുമായിരുന്നു. രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ അവൻ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു ആ ദാവീദിന് അറിയാം, ഈ എൻ്റെ ദൈവവും ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവം, ഒരു വാക്കിനാൽ പ്രപഞ്ചത്തെ ഉളവാക്കിയ ദൈവമാണ് എൻ്റെ ദൈവം. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചപ്പോൾ, ഹല്ലേലൂയ, എൻ്റെ അപ്പനും അമ്മയും എന്നെ വനാന്തരത്തില്, ഹല്ലേലൂയ, പുലിയും സിംഹവും നിറഞ്ഞ കാട്ടിലേക്ക് എന്നെ ആട് നോക്കാൻ അയച്ചപ്പോൾ, ഒരു ദയയില്ലാതെ എന്നോട് പെരുമാറിയപ്പോൾ എന്നെ ഓർത്ത ഒരു ദൈവമുണ്ട്. ആ ദൈവത്തോട് ദാവീദ് പറയുകയാണ്, ഹല്ലേലൂയ, ദൈവമേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. നിനക്ക് ഞങ്ങളോട് കരുണ കാണിക്കണമേ. ദൈവത്തിൻ്റെ മുഖപ്രകാശം നമ്മുടെ മേൽ ഉദിച്ചാൽ നമുക്ക് അനുഗ്രഹമുണ്ടാകുമെന്ന് ഹല്ലേലൂയ മനസ്സിലാക്കിയ ദാവീദ് തൻ്റെ പ്രാർത്ഥനയിൽ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ നീ ഉദിപ്പിക്കണമേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തിൻ്റെ മുഖപ്രകാശം നമ്മുടെ മേൽ ഉദിച്ചാൽ, ദൈവം നമ്മളെ ഒന്ന് നോക്കിയാൽ, ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ ഉണ്ടായാൽ നമുക്ക് അനുഗ്രഹം തീർച്ചയാണ്. ആകാശഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതാണ്. ദൈവമക്കളെ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനത്തിലെ 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം
ദൈവത്തിൻ്റെ സമാധാനത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് സകല ബുദ്ധിയെയും കവിയുന്ന, നമുക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത പോലെ സകല ബുദ്ധിയെയും കവിയുന്നതാണ് ദൈവത്തിൻ്റെ സമാധാനമെന്ന് അന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം നമ്മെ അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. പൗലോസ് തൻ്റെ ജീവിതയാത്രയിൽ ഹല്ലേലൂയ താൻ ജ്ഞാനിയാണ്, ജ്ഞാനിയായ ഹല്ലേലൂയ ഗമാലേക്കിൻ്റെ പാദപീഠത്തിൽ നിന്ന് ന്യായപ്രമാണം ചിട്ടയോടെ പഠിച്ച ആ പൗലോസ് ഹല്ലേലൂയ ഹീബ്രു ഭാഷ പണ്ഡിതനായ പൗലോസ്, അരാമ്യ ഭാഷ പണ്ഡിതനായ പൗലോസ് പറയുകയാണ്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ഹല്ലേലൂയ. നമുക്ക് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം, ദൈവത്തിൻ്റെ സമാധാനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ദൈവത്തിൻ്റെ സമാധാനത്തിൻ്റെ പ്രത്യേകത സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനമാണ്. ലോകത്തിൻ്റെ ബുദ്ധിയല്ല, മനുഷ്യൻ്റെ ബുദ്ധിയല്ല. ഹല്ലേലൂയ. ദൈവം നമുക്ക് സമാധാനം തരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു കർത്താവ് വാമൊഴിയായി നമ്മോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ വളരെ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് പോയി സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളുമെന്ന് പറയുകയാണ്. ദൈവം പറയുകയാണ്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോരുന്നു, ലോകം തരുന്ന പോലെയല്ല ഞാൻ തരുന്ന സമാധാനം. ഹല്ലേലൂയ. ദൈവം നമുക്ക് തരുന്നത് ദൈവത്തിൻ്റെ യേശു ക്രിസ്തു നമ്മളോട് പറയുകയാണ്. യേശു ക്രിസ്തു വാഗ്ദത്തം പറയുകയാണ്, വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല, അനുദപിക്കുവാൻ ദൈവം മനുഷ്യപുത്രനുമല്ല. അതുകൊണ്ട് യേശു ക്രിസ്തു വാമൊഴിയായി നമ്മോട് പറയുകയാണ്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്ന പോലെയല്ല ഞാൻ തരുന്ന സമാധാനം, ഞാൻ നിന്റെ നിത്യമായ സമാധാനമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ സമാധാനം, അതാണ് നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ആവശ്യം. പണമുണ്ട് എന്ന് വിചാരിച്ച് നമുക്ക് സമാധാനം കിട്ടിക്കൊള്ളണമെന്നില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ആവശ്യം ദൈവത്തിൻ്റെ സമാധാനമാണ്. വിശുദ്ധ വചനം നമ്മൾ പഠിക്കുമ്പോൾ സമ്പത്ത് തരാമെന്ന് ദൈവം ഒരിക്കലും പറഞ്ഞിട്ടില്ല. യേശു കർത്താവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങൾക്ക് സമ്പത്ത് തരാമെന്ന്. ദൈവം കർത്താവ് നമ്മോട് പറഞ്ഞുള്ള ഞാൻ നിനക്ക് സമാധാനം തരും. എങ്ങനെയാണ്? അതെൻ്റെ സമാധാനമാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കുവാൻ ഹല്ലേലൂയ യഹോവ മോശയെ വിളിച്ചിട്ട് മോശയോട് പറയുകയാണ്, നീ പുരോഹിതനായ അഹരോനെ വിളിക്കണം, അഹരോനോട് നീ പറയണം, ഇസ്രായേൽ മക്കളെ നീ അനുഗ്രഹിക്കണം. എങ്ങനെയാണ് നീ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കുന്നത്? നീ അവരുടെ മേൽ കൈ ഉയർത്തണം. നീ അവരുടെ മേൽ കൈ ഉയർത്തിയിട്ട് അവരോട് പറയണം, യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം തരുമാറാകട്ടെ. ലോകം തരുന്ന പോലെയല്ല ദൈവം തരുന്ന സമാധാനം. ദൈവം നിങ്ങൾക്ക് നിത്യമായ സമാധാനമാണ് ദൈവം നമുക്ക് തരുന്നത്. ഹല്ലേലൂയ. ദൈവം നമുക്ക് നിത്യമായ സമാധാനം ദൈവം നമുക്ക് തരും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കളെ ഹല്ലേലൂയ ഇബ്രാഹാമിന്റെ സന്തതി പരമ്പരകള്, യാക്കോവിന്റെ സന്തതി പരമ്പരകള്, ഇസാക്കിന്റെ സന്തതി പരമ്പരകളായ ആ ഇസ്രായേൽ മക്കളെ അവരുടെ നിലവിളി ദൈവം കേട്ട് ഹല്ലേലൂയ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന്, ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ച് ഹല്ലേലൂയ ചെങ്കടലിനെ വിഭാഗിച്ച് രാത്രിയിൽ മനായും കാടപ്പക്ഷിയും കൊടുത്ത് ദൈവം അവരെ വഴി നടത്തി. മാറയെ ദൈവം മധുരമാക്കി. ഹല്ലേലൂയ. കുടിക്കുവാൻ അവർക്ക് വെള്ളം കൊടുത്തു. ഹല്ലേലൂയ. അങ്ങനെ ദൈവം അവരെ നടത്തി. ആ ദൈവം ഹല്ലേലൂയ അഹരോനോട് പറയുകയാണ്, അഹരോനേ ഹല്ലേലൂയ മോശയോട് പറയുകയാണ്, മോശേ നീ അഹരോനോട് പറയണം, അവരെ ഇസ്രായേൽ മക്കളുടെ മേലെ നീ കൈ ഉയർത്തണം. കൈ ഉയർത്തിയിട്ട് നീ അവരെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. ഞാൻ തിരുമുഖം ഹല്ലേലൂയ എന്താണ്? യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ചതിനോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഞാൻ ഇങ്ങനെ അവൻ ഇസ്രായേൽ മക്കളോട് ഇടമേൽ എന്റെ നാമം വയ്ക്കണം, ഞാൻ അവരെ അനുഗ്രഹിക്കും.
ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ യഹോവന് കൈ ഉയർത്തി ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കുന്നതാണ് നമ്മൾ കുറിവാക്യത്തിൽ കണ്ടത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതയാത്രയിൽ ഉടനീളം ദൈവത്തിന്റെ മുഖപ്രകാശം നമ്മുടെ മേൽ ഉദിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളുടെ ഇരിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ആവർത്തന പുസ്തകം 33-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുകയാണ്, യഹോവയുടെ സകല വിശുദ്ധന്മാരും അവന്റെ കരങ്ങളിൽ ഇരിക്കുന്നു. നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ശാശ്വതമായ സമാധാനം നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം പകർന്നു തരികയാണ്. ഈ വചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നതായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആമേൻ.